بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹു അവൻ്റെ പൊരുത്തപ്പെട്ട ഇബാദിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിഷയം ഒരു വലിയ വിഷയമാണ്. കുറഞ്ഞ സമയം കൊണ്ട് മാത്രമാണ് പറയുന്നത്. ചില സൂചനകൾ മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തിനെയും മനുഷ്യവർഗത്തിനെയും നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന് പറഞ്ഞാൽ എന്നെ അറിയാൻ വേണ്ടിയല്ലാതെ എന്ന് മഹത്തുക്കൾ അതിന് തഫ്സീർ പറഞ്ഞത് കാണാം. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർക്ക് വലിയ ഷറഫും ഫളലും ഉണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വലഖദ് കറംന ബനി ആദം. വേറെയും ആയത്തുകളുണ്ട്. മനുഷ്യന് വലിയ പദവിയും സ്ഥാനവും. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഫശറഫുൽ ഈമാനി വഫളലുഹു ബിസ്തിദാദിഹി ലിമഅരിഫത്തില്ലാഹി സുബ്ഹാനഹു വതആല. ഇൻസാന്റെ ഷറഫും ഫളലും അവൻ അല്ലാഹു ആരാണ് എന്ന് അറിയാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തൽ കൊണ്ടാണ് കരസ്ഥമാക്കാൻ കഴിയുക. അല്ലാഹു ആരാണെന്ന് അറിയൽ ഹൃദയം കൊണ്ടാണ്, അവയവങ്ങളെ കൊണ്ടല്ല. അവയവങ്ങൾ ഹൃദയത്തിൻ്റെ ഖാദിമീങ്ങളാണ്. അതുകൊണ്ട് ഹൃദയത്തിനെ ആരെങ്കിലും അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അവൻ അവൻ്റെ നഫ്സിനെ അറിഞ്ഞു. അവൻ്റെ നഫ്സിനെ അറിഞ്ഞാൽ അവൻ അവൻ്റെ റബ്ബിനെ അറിഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ടവർ അജായിബുൽ ഖൽബ് എന്ന അധ്യായത്തിൽ മുഹ്ലിക്കാത്ത് എന്ന റുബുൽ 4 ജുസ്ആണല്ലോ യഹിയുള്ളത്. അതിൻ്റെ അജായിബുൽ ഖൽബ് എന്ന അധ്യായത്തിൽ അതിൻ്റെ ആമുഖം തന്നെ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇൻസാന്റെ ഷറഫും ഫളലും അവൻ അല്ലാഹു ആരാണെന്ന് അറിയാൻ വേണ്ടി തയ്യാറെടുക്കൽ കൊണ്ടാണ്. അറിവ് എന്നുള്ളത് ഹൃദയം കൊണ്ടാണ്. അവയവങ്ങൾ ഹൃദയത്തിൻ്റെ താപീയങ്ങൾ മാത്രമാണ്, ഖാദിമീങ്ങളാണ്. അതുകൊണ്ട് ഹൃദയത്തിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അവൻ അവൻ്റെ നഫ്സിനെ അറിഞ്ഞു. ആരെങ്കിലും അവൻ്റെ നഫ്സിനെ അറിഞ്ഞാൽ ആരറിഞ്ഞു? തൻ്റെ റബ്ബ് ആരാണെന്ന് അറിഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മളിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ള ഇൻസാനിയത്ത് അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ റബ്ബിനെ മനസ്സിലാക്കി എന്നാണ്. നമ്മളിൽ അല്ലാഹു വെച്ചിട്ടുള്ള നമ്മളെ ഇൻസാനിയത്തും നമ്മളെ റബ്ബും കൂടിയുള്ള വലിയ ഒരു ബന്ധമാണത്. നഫ്സിനെ അറിഞ്ഞാൽ ആരറിഞ്ഞു? റബ്ബിനെ അറിഞ്ഞു. ഇതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ആരാണ് നമ്മളെ നഫ്സ്? ആരാണ് നമ്മൾ? ഇത് പഠിപ്പിക്കാൻ വന്നതിൽ ഏറ്റവും വലിയ നേതാവ് മുത്തു റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ കുറിച്ച് ഖുർആൻ വിശേഷിപ്പിച്ച ഏറ്റവും വലിയ വിശേഷണം അബ്ദ് എന്ന വിശേഷണമാണ്.
സുബ്ഹാനല്ലദി അസ്റ ബിഅബ്ദിഹി, അവിടെ ബി റസൂലിഹി എന്ന് പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി, അവിടൊക്കെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. റസൂല് എന്ന് പറയാതെ അബ്ദ് എന്ന് പറഞ്ഞപ്പോ ഏറ്റവും വലിയൊരു മനുഷ്യന്റെ പദവി ഉബൂദിയത്ത്, അബ്ദ് എന്നതാണ്. ആ ഉബൂദിയത്ത് നമ്മളെ നഫ്സിൽ തന്നെ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഖൽബിനെ അറിയണം. ഖൽബ് എന്താണെന്നറിഞ്ഞാൽ എന്തിനറിയും? നഫ്സിനെ അറിയും. നഫ്സിനെ അറിഞ്ഞാൽ ആരറിയും? റബ്ബാരാണ് എന്നറിയും. ഇത് ശരിക്ക് ഖുർആൻ പ്രഖ്യാപിച്ച നേതാവ് മുത്തു റസൂലുള്ളാഹി തങ്ങളാണ് ഇവിടെ യഥാർത്ഥ അബ്ദ്. തങ്ങളാണ് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ കൃത്യമായി അറിഞ്ഞിട്ടുള്ളത്. അബ്ദ് എന്ന് പറഞ്ഞാൽ 3 അക്ഷരമാണ്. 1 ഐന്, 2 ബാ, 3. ഇത് 3 മഹത്തായ വിശേഷണത്തിലേക്കുള്ള ഇശാറത്താണ്. ഐന് ഇനായത്തിന്റെ മേൽ അറിയിക്കും, ബാ ബിദായത്തിന്റെ മേൽ അറിയിക്കും, ദാല് ദവാമിന്റെ മേൽ അറിയിക്കും. അങ്ങനെ മഹാന്മാരെ കിതാബുകളിൽ ചില ഉദ്ധരണികളുണ്ട്. ഇനായത്ത് എന്ന് പറഞ്ഞാല് അബിദാകണമെങ്കിൽ ആദ്യം അവന്റെ മനസ്സിൽ അവൻ വേണമെന്ന് വെക്കണം. എന്ത് വെക്കണം? നമ്മളെ കൽബിൽ എന്ത് വേണോ? നമ്മളൊക്കെ അത് വേണമെന്ന് വെക്കണം. ഇനായത്ത്. എന്നിട്ട് തുടങ്ങേണ്ടത് തുടങ്ങണം. സമയം നീട്ടിയാക്കാൻ പറ്റൂല. തുടങ്ങേണ്ടത് എന്ത് ചെയ്യണം? നീട്ടിയാക്കാൻ പറ്റൂല. ഇഹാലത്തുക്കൽ അഅ്മാല അലാ വുജൂദിൽ ഫറാഗി മിൻ റഗൂനാത്തിൻ നഫ്സി. ഇബ്നു അത്താഇല്ലാഹി തങ്ങൾ അവിടുത്തെ ഹിക്കമിൽ പറഞ്ഞൊരു ഇബാറത്താണിത്. ഇഹാലത്തുക്ക, നീ മാറ്റിവെക്കല്, അൽ അഅ്മാല, നീ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളെ, അലാ വുജൂദിൽ ഫറാഗി, ഇതൊക്കെ ഒന്നുകൊണ്ട് ഒഴിവായി കുറച്ച് ഒരു സമയമൊക്കെ കിട്ടട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണോ? വേണ്ടല്ലേ നമുക്കൊരു പരിപാടി. എന്ത് പള്ളി ദർസിലുള്ള മുത്തഅല്ലിമീങ്ങൾ എല്ലാ കൊല്ലവും ഷൈബാൻ വരുമ്പോൾ പറയാം അടുത്ത കൊല്ലം ആകട്ടെ, എന്നിട്ട് തുടങ്ങണം. അങ്ങനെ എല്ലാ കൊല്ലവും തീരുമാനിച്ചുള്ളൂ. ഇഹാലത്തുക്കൽ അഅ്മാല അലാ വുജൂദിൽ ഫറാഗി മിൻ റുഊനാത്തിൻ നഫ്സി, അമലുകളെ ഫറാഗ് കിട്ടാൻ വേണ്ടി മാറ്റിവെക്കല്. ഈ കെട്ടിമറിച്ചിലൊക്കെ ഒന്നിട്ട് മാറി ഒന്ന് ഉഷാറായിട്ട് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ട് വേണം എന്ത് ചെയ്യാന്? ഒന്ന് റെഡിയാക്കലേ, ഒന്ന് റെഡിയാക്കാന്. ഇത് നഫ്സിന്റെ വലിയ ഹാംകത്തരാണെന്നാ, ഇതിലും വലിയ ബുദ്ധിത്തം വേറെ ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ല. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇബ്നു അത്താഇല്ലാഹി തങ്ങൾ പറഞ്ഞ ഇബാറത്താണ്. വളരെ വിശദമായി പറയേണ്ട ഒരു ആശയമാണത്. അള്ളാഹ് നമ്മളങ്ങനെ മാറ്റിവെക്കണമല്ലോ കൂടുതൽ അള്ളാഹും ആക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ ഹാലും അവസ്ഥയും മാറിയിട്ട് നമുക്ക് അന്നാൻ പറ്റൂല്ലോ. ഉള്ള ഹാലത്തിൽ ആരെ കാണണം? അള്ളാഹുവിനെ നമ്മൾ കണ്ടെത്തണം. അതാണ് കഴിവ്. ഇവിടെ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും. അതിലൊക്കെ അള്ളാഹിനെ അറിയാൻ കഴിയാന്നുള്ളതാണ് ഒരടിമക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് ആദ്യം വളരെ പെട്ടെന്ന് നമ്മൾ കണക്കിലെടുക്കുക. ഞാനൊന്ന് നന്നായി കിട്ടണം, എനിക്ക് ഈ തിരിയേണ്ടതൊക്കെ ഒന്ന് തിരിഞ്ഞു കിട്ടണം എന്ന് കണക്കിലെടുക്കുക. എന്നിട്ട് വളരെ പെട്ടെന്ന് തുടങ്ങേണ്ടത് എന്ത് ചെയ്യുക? തുടങ്ങ ബിദായത്ത്. എന്നിട്ട് ദാല് നമ്മൾ അതിൽ ദായിമായി നിലകൊള്ളും വേണം. ഒരു ദിവസം 2 ദിവസം ചെയ്താൽ പോരെ, എന്നും എന്ത് ചെയ്യണം? അതാണ് ദായിമൻ. ഇനായത്തിൽ നിന്നും തുടക്കം കുറിക്കുന്ന കാര്യങ്ങൾ എന്നും എന്തായി നിലനിർത്തണം. ഇവനിക്കാണ് എന്ത് പറയാ? അബ്ദ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് മഹാന്മാർ പറയുന്നത്. നമ്മളെ പറ്റി അബ്ദ് എന്ന് പറയാനായിട്ടുണ്ടോ? വേണമെന്ന് വെച്ചിട്ട് തുടങ്ങണം. തുടങ്ങിയ കാര്യം എന്നും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മൾ നിലനിർത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇതാണ് അബ്ദിനുണ്ടാകേണ്ട ഗുണം. അങ്ങനെ ആകുമ്പോൾ ഈ ഉബൂദിയത്ത് അബ്ദ് ആകാനുള്ള ശ്രമം ഞാൻ നടത്തുമ്പോൾ എന്നിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം
എൻ്റെ ഉടമയായ റബ്ബ് ആരാണെന്ന് അറിയാൻ തുടങ്ങും. ഉടമയായ റബ്ബ് ആരാണെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും? അറിയാൻ തുടങ്ങും. ഇതിന് ആദ്യമായി നമുക്ക് ഇൽമുണ്ടാകണം. എന്തുണ്ടാകണം? ഇൽമുണ്ടാകണം. ഇൽമും മഅരിഫത്തും രണ്ടാണ്. ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മളെ ഭാഷയിൽ ഇപ്പൊ പറഞ്ഞു കൊടുത്ത ഇൽമും മഅരിഫത്തും എന്താണ്? ആദ്യം നമ്മൾ ഇൽമു വേണം. ഇൽമിന് നമ്മൾ ഒരുങ്ങണമെങ്കിൽ ആദ്യം തഫക്കുർ വേണം. എന്ത് വേണം? കേട്ടിട്ടില്ലേ? അത് ഉറങ്ങണില്ലല്ലോ. എന്ത് വേണം? തഫക്കുർ വേണം. തഫക്കുറുള്ളവർക്ക് ഉറക്ക് വരൂല. തഫക്കുർ ഇല്ലാത്തവർക്കാണ് ഉറക്ക് വരിക. നമുക്ക് വേണ്ടാത്ത കുറെ ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഷഹവാത്തുകളാണ്. തഫക്കുർ സഹിയാവണമെങ്കിൽ തഅല്ലുമ് വേണം. എന്ത് വേണം? ഇൽമു വേണം. തഅല്ലുമ് നമുക്ക് തഖർറുബ് ലക്ഷ്യം വേണം. എന്ത് വേണം? കണക്കിലെടുക്കേണ്ട വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. തഅല്ലുമ് മറക്കരുത് നിങ്ങൾ. ഗസാലി ഇമാമിന്റെ തർത്തീബ് പഠിപ്പിക്കുകയാണ്. ഞാനൊരു അബിദാണെന്ന് എനിക്ക് എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ ഇനായത്ത് വേണം. തുടങ്ങേണ്ടത് എന്ത് ചെയ്യണം? തുടങ്ങണം. അതിലെന്ത് വേണം? ദവാമ് വേണം, ദായിമാകണം. ഈ 3 സന്ദേശമാണ് അബിദ് എന്ന് പറഞ്ഞ പദത്തിലുള്ളത്. അതിന് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് നമുക്ക് തഫക്കുർ വേണം. തഫക്കുറിന് ഇൽമു വേണം. എന്ത് വേണം? ഇൽമില്ലാതെ തഫക്കുർ ഉണ്ടാകലാണ് വിദേഹത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുത്തുക. പണ്ട് നെല്ലിക്കുത്ത് ഉസ്താദിനോട് എൻ്റെ ഒപ്പമുള്ളൊരു ആചാര്യ ചോദിച്ചൊരു ഉസ്താദിൻ്റെ ആ സമാസി ശൈലിയൊക്കെ കണ്ടപ്പോഴേ ഈ ആചാര്യ തുറന്ന് ചോദിച്ചു, അല്ലോ ഉസ്താദെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് ചോദിക്കുകയായിരുന്നു. എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാ അതിൻ്റെ ഇടയിൽ വേറൊരാളോട് നമ്മൾ സഹായം തേടുന്നത് എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ട് അങ്ങനെ സംശയം? സംശയം വേണ്ട. എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു ഉണ്ടാവുമ്പോൾ വേറെ ഒരാളെന്തിനാ നമ്മൾ സഹായം തേടുന്നതെന്ന് ചോദിച്ചു. ഉസ്താദൊക്കെ ഒരു ഉദാഹരണത്തിൽ കൂടി മറുപടി പറയാം. ഉസ്താദിൻ്റെ ഒരു അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. ഉസ്താദ് പറഞ്ഞു, പണ്ടൊരാൾ പറഞ്ഞേ, ഞാന് അർത്ഥത് തിന്നലില്ല, ചത്തതേ തിന്നലുള്ളൂ. ചത്തത് ആര് മാത്രം അർത്ഥതാണ്? അള്ള മാത്രം അർത്ഥതാണ്. അർത്ഥയിൽ ശിർക്കുണ്ട്. അർത്ഥയിൽ എന്തുണ്ട്? ഞാൻ തന്നെ നെട്ടിപ്പോയി ആ ഉദാഹരണം കേട്ടിട്ട്. ഉടനെ ഈ ആചാര്യ പറഞ്ഞു, ഉസ്താദ് പറയണ്ട, എനിക്ക് മനസ്സിലായിക്കിടുകയല്ലേ. ഉസ്താദ് പറഞ്ഞു, ആ തൗഹീദ് നമുക്ക് വേണ്ട. ഏത് തൗഹീദ്? ഞാൻ ഏതേ തിന്നുള്ളൂ. ചത്തതേ തിന്നുള്ളൂ. ഇത് തിന്നൂല. കാരണം അർത്ഥിയിൽ ഒരാളെ പങ്കില്ലേ, അർത്ഥിയിൽ ചെറുക്കില്ലേ. മറ്റേത് ആര് സ്വന്തം അർത്ഥതാണ്. ആ തൗഹീദ് നമുക്ക് വേണ്ട. ചേർത്ത് കൊടുക്കേണ്ടവരെ ചേർത്ത് കൊടുക്കേണ്ടോടത്തൊക്കെ എന്ത് ചെയ്യണം? ചേർത്ത് കൊടുക്കണം. അതാണ് നമ്മളെ തൗഹീദ്. ഇപ്പൊ ഈ മാസം റബീഉൽ അവ്വൽ മാസമാണ്. നമ്മൾ ആരെ ചേർത്ത് കൊടുക്കണം? മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ നമ്മൾ ചേർത്ത് വായിക്കണം. തങ്ങളാണ് ഏറ്റവും വലിയ അബ്ദ്. അതിലും വലിയൊരു അബ്ദ് നമ്മളിലില്ല. അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. മുത്തുനബിക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സ്ഥാനം അബ്ദ് എന്നതാണ്. അത് ഖുർആനിൽ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദാണ് എന്നതിന്റെ പ്രഖ്യാപനമാണ് ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. തങ്ങളെടുത്ത് ഒരു അപാകതയും സംഭവിക്കൂല. തങ്ങൾ 100% മുസ്തഖീമായ പാതയിൽ തന്നെയാണ്. അള്ളാഹ് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞാൽ തങ്ങൾ എവിടെ തന്നെയാണ്? മുസ്തഖീമായ. നമ്മൾ 5 വക്തിൽ അള്ളാഹിനോട് ചോദിക്കുന്നതാണ് എന്ത്? ഇഹ്ദിന സിറാത്തൽ. അതിനെക്കുറിച്ച് തങ്ങളെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താണ്? അലാ സിറാത്തിൻ മുസ്തഖീം. തങ്ങളെയൊക്കെ ഒരു അപാകത ഉണ്ടാവില്ല. തങ്ങൾ മുസ്തഖീമായ പാതയിൽ മാത്രമാണ്. വിശ്വസിച്ചേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ. ഇനി എതിര് പറഞ്ഞ ദീനിൽ നിന്ന് പുറത്താവും. അതാണ് കലിമ ഷഹാദത്തിൽ ഏത് വന്നത്? അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു.
അതെന്നെ വിശ്വസിക്കണം. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു തന്നെ വിശ്വസിക്കണം. അടിമത്തത്തിൽ സമ്പൂർണ്ണത നേടിയ അബ്ദാണ് മുത്തു റസൂലുള്ളാഹി തങ്ങൾ. നെല്ലിക്കുത്തുസ്താദ് പറഞ്ഞ ഉദാഹരണം മനസ്സിലായില്ലേ? ഇനി വിശദീകരിക്കണ്ടല്ലോ, പറയേണ്ട ആവശ്യമില്ല. ആചാര സംശയം എവിടേക്ക് പോയത് കണ്ടില്ല, ഒറ്റ കഴിഞ്ഞ് പറയേണ്ട ഉസ്താദേ അറിഞ്ഞു. ചേർക്കണ്ടോല, ചേർക്കേണ്ട സമയത്തൊക്കെ എന്ത് ചെയ്യണം? ചേർത്ത് കൊടുക്കണം. അതാണ് നമ്മളെ ദീന് എന്നാര് പറഞ്ഞു? ഉസ്താദ് അതിന് പിന്നെ വിശദീകരിച്ച് തന്നു. ഉസ്താദിൻ്റെ ഉള്ളത് ഇറച്ചേറ്റി കൊടുക്കട്ടെ. എത്ര അർത്ഥവത്താണ്. ഒരു കാഫിർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ മുസ്ലിം ആവുമോ? ഏതും കൂടി പറയണം. ഏതുകൂടി പറയണം? മുഹമ്മദ് റസൂലിനും കൂടി പറയണം. അതേ നാണയത്തിൽ പറയാം, അഷ്ഹദു കൊണ്ട് തന്നെ പറയണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തന്നെ പറയണം. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. അതാണ് നമ്മളെ ഈമാൻ, അതാണ് നമ്മളെ തൗഹീദ്. അള്ളാഹു നമ്മളെ മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു തരട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, അബ്ദ് തുടങ്ങേണ്ടത് തുടങ്ങി, ഇനായത്ത് വെച്ച് തുടങ്ങി. എന്ത് ചെയ്യണം? അതിൽ ദായിമായി നിലകൊള്ളണം. അമലുകളെ എവിടേക്ക് മാറ്റിവെക്കാൻ പാടില്ല. ഫറാഗ് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റിവെക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഈ തഫക്കുറിൽ നിന്ന് ആദ്യമായി നമ്മൾ തുടങ്ങേണ്ടത് എന്താണ്? തഅല്ലുമാണ്. ഏതാ തുടങ്ങേണ്ടത്? ഈ പഠനം തുടങ്ങണം, ഇൽമ്. ഇതാണ് ഒന്നാം ഘട്ടം. 2, അതോടൊപ്പം നമുക്ക് നിയ്യത്ത് വേണം, തഖർറുബ്. എന്ത് നിയ്യത്ത് വേണം? എന്താ തഖർറുബ് പറഞ്ഞാൽ? അള്ളാഹുവിനോടുള്ള സാമീപ്യം മാത്രം ലക്ഷ്യം വെക്കണം. പഠിക്കുന്ന ഇൽമ കൊണ്ട്, നിങ്ങളിപ്പോൾ ഇൽമ പഠിക്കുന്നുണ്ട്, ഇവിടുന്ന് കേൾക്കുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട്, അത് എഴുതുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്, അത് മനപ്പാഠം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ലക്ഷ്യം വെക്കണം? അള്ളാഹുവിനോട് സാമീപ്യം നേടുക, അത് മാത്രം ലക്ഷ്യം വെക്കണം. അതിൻ്റെ അങ്ങേപ്പുറത്ത് വേറെ ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. തഖർറുബ്, നിയ്യത്ത് നന്നാവണം. ഇനി ഇഖ്ലാസ് എന്ന് പറയും. എന്ത് പറയും? അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കലാം. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ അതിക്കിൽ ഇഖ്ലാസ് പഠിപ്പിച്ചു തന്നതാണ്. അതിനാണ് തഖർറുബ് എന്ന് പറയാ. അപ്പൊ തഫക്കുറിൽ നിന്ന് ഉടലെടുക്കുന്ന ഏത് വേണം? മറ്റേത് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ ബിദഅത്ത്. ഇൽമില്ലാത്ത തഫക്കുറിനാണ് മറ്റേ ചിന്തയൊക്കെ വരിക. ഏത് ചിന്ത? എല്ലാറ്റിനും കഴിവുള്ള ആ ചിന്ത വന്നത് എവിടുന്നാണ്? ഇൽമില്ലായ്മയിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്ത. ഇൽമ് പഠിച്ചിട്ട് ചിന്തിക്കണം. തഅല്ലുമ് വേണം. ലക്ഷ്യം എന്താവണം? മറക്കരുത്, തഖർറുബ്. ലക്ഷ്യം എന്താകണം? തഖർറുബ്. തഖർറുബ് പറഞ്ഞാൽ ആരെ സാമീപ്യം ലക്ഷ്യം നേടുക? അള്ളാഹുവിന്റെ സാമീപ്യം നേടുക. മറക്കണ്ട, തഖർറുബ്. അതോടൊപ്പം അമല്. അതോടൊപ്പം എന്ത്? അമല്. അമല് പിന്നെ സയ്യായി മാറണം. എന്തായി മാറണം? സയ്യ എന്ന കഠിനാധ്വാനം. അമല് പിന്നെ എന്തായി മാറണം? റവാത്തിബ് മുഴുവൻ നിസ്കരിക്കണം, വിത്തറൊക്കെ 11 നിസ്കരിക്കണം, ദുഹ 8 നിസ്കരിക്കണം, ഖുർആൻ ഓതാത്തൊരു ദിവസം എനിക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ കർശനമായ നിർബന്ധത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിനാണ് സയ്യ് എന്ന് പറയാം. എന്നാ പിന്നെ 5ാമതായി വരുന്നത് അള്ളാഹു ആരാണ്? എന്നിലുള്ള വൈരിയത്തൊക്കെ നീങ്ങി മറ്റുള്ള വൈരിയത്ത് എന്ന് പറയും മഹാന്മാരെ ഭാഷയിൽ. മറ്റുള്ള എല്ലാ അലവലാദികളും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഹിജാബിനെ നീക്കിയിട്ട്, മറ നീക്കിയിട്ട്, എൻ്റെ റബ്ബിൻ്റെ നൂറും എൻ്റെ കൽബും കൂടി ഇങ്ങനെ വരും, ഒന്നായി മാറുന്നൊരവസ്ഥ നമുക്ക് വരാനുണ്ട്. എവിടുന്ന് തുടങ്ങണം? മറക്കരുത്, എവിടുന്ന് തുടങ്ങണം? തഫക്കുറിൽ നിന്നുള്ള ഏത് തുടങ്ങണം? തഅല്ലുമ് വേണം. പിന്നെന്ത് വേണം? തഖർറുബ്, ലക്ഷ്യം വേണം. തഖർറുബ് പറഞ്ഞ ഇഖ്ലാസ്. പിന്നെന്ത് വേണം? അമല് ചെയ്യണം. അമൽ എന്തായി മാറണം? സയ്യായി മാറണം. എന്തായി മാറണം? വാങ്ങോട്ട് കൊടുത്താൽ പിന്നെ ഷോയില് വാങ്ങിക്കൊടുത്തല്ലോ. അതേമാതിരി ജമാഅത്ത് എല്ലാ കാര്യത്തിലും കൃത്യമായ കഠിനാധ്വാനം ആണ് സയ്യ്. ഇത് ഈ സയ്യും കൂടി താമാണോ? എന്നാ ആ കൽബ് റബ്ബിന്റെ അടുക്കൽ മുക്കാഷിഫായ കൽബായി മാറും. ആ കശ്ഫില് എൻ്റെ ഉബൂദിയത്ത് എനിക്ക് എന്താന്ന് മനസ്സിലാകും. ഞാനൊരടിമയാണ് എന്നത് കൃത്യമായ ബോധ്യം എനിക്ക് വരും. ഞാനൊരു അബ്ദാണെന്നുള്ള കൃത്യമായ ബോധവും ബോധ്യവും എനിക്ക് വരും. എവിടുന്ന് തുടങ്ങണം? മറന്ന പഠനം. എവിടുന്ന്? പഠനം, കൃത്യമായ പഠനം. അറിയേണ്ടത്
3 അറിവാണ് നമുക്കുള്ളത്. ഇൽമു തൗഹീദ്, ഇൽമു ശരിയ, ഇൽമു സിർ. ഗസാലി ഇമാമിന്റെ ഇബാറത്താണ്. ഇൽമു തൗഹീദ്, ഇൽമു ശരിയ, ഇൽമു സിർ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അഖായിദ്, ഫിഖ്ഹ്, തസവുഫ്. അഖായിദ്, ഫിഖ്ഹ്, തസവുഫ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദീനിയാത്ത്, അമലിയാത്ത്, അഖ്ലാഖ്. ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഈമാന്, ഇസ്ലാം, ഇഹ്സാന് ഒക്കെ ഒന്ന് തന്നെ, എല്ലാം ഒന്ന് തന്നെ. ഭാരത്തുകൾ മനസ്സിലായ? ഗസാലിമാ പറഞ്ഞത് ഇൽമു തൗഹീദ്, ഇൽമു ശരിയ, ഇൽമു സിർ. ഇതന്നെയാണ് ഏത്? അഖായിദ്, ഫിഖ്ഹ്, തസവുഫ്. അമലിയാത്ത്, ദീനിയാത്ത്, അമലിയാത്ത്, അഖ്ലാഖ്. മലക്ക് റസൂലുള്ളാഹിനോട് ചോദിച്ച ഭാഷയിൽ ഈമാന്, ഇസ്ലാം, ഇഹ്സാൻ. പിന്നെന്തും വേണം? അമലിൽ എന്ത് വേണം? മറന്ന അമലിൽ എന്ത് വേണം? സയ്യ് വേണം. എന്നാ നമ്മളെ കൽബിൽ നിന്ന് ഏത് നീങ്ങും? എല്ലാ വൈദിയത്തും നീങ്ങി എന്തായി മാറും? എൻ്റെ കൽബ് പൂർണ്ണമായി മുങ്കഷിഫായ കൽബായി, മഖബൂലായ കൽബായി മാറും. പറഞ്ഞിരിക്കണ സംഗതിനെ പുറത്തേക്ക് കൊണ്ടുവരണീന് എന്ത് പറയാ? അത്തില എന്ന് പറയാം. ഔജദ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സംഗതിയെ ഇല്ലായ്മയിലേക്ക്, ഉജൂദിലേക്ക് കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയാ? അവൻ 100 പറഞ്ഞു കൊടുത്ത് ഔജദിയും പറഞ്ഞു. റബീഉൽ അവ്വലിൽ തങ്ങൾ പ്രസവിച്ചതിന് എന്തും പറഞ്ഞു, അത്തില എന്നും പറഞ്ഞു. രണ്ടും തമ്മിൽ ഫർക്ക് മനസ്സിലായ നിങ്ങൾക്ക്? സുബ്ഹാനല്ലദി അത്ലഅ ഫീ ഷഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ്. എന്ത് പേരിട്ടു? മുഹമ്മദ് എന്ന്. ആ 4 അക്ഷരത്തെക്കുറിച്ച് ദലായിലുൽ ഖൈറാത്തിന്റെ വ്യാഴാഴ്ചത്തെ ഒളീഫിയിൽ കാണാം. വഹാഇ റഹ്മത്തി വമീമയിൽ മുൽക്കി വദാലി ദവാം. റസൂലുള്ളാഹിന്റെ മുഹമ്മദ് എന്ന ഇസ്മിനെ കുറിച്ചാണ് പറഞ്ഞത്. മുഹമ്മദിലെ മീമ് മുൽക്കിന്റെ മീമ്, അധികാരം. അള്ളാന്റെ അധികാരമാണ് ആദ്യം നടന്നത്, അല്ലേ? അള്ളാന്റെ അധികാരത്തിൽ നിന്നല്ലേ? അള്ളാന്റെ അധികാരത്തിൽ നിന്നുണ്ടായ റഹ്മത്ത്, അള്ളാന്റെ അധികാരത്തിൽ നിന്നുണ്ടായ റഹ്മത്ത്. ശക്തിയായ അധികാരത്തില് ദായിമുൻ, ശക്തിയായ അധികാരത്തില് ദായിമുൻ എന്നൊന്നും ഇവിടെ നിലക്കുണ്ട്. തങ്ങളെ അധികാരം ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മളധികാരം ഒന്നും നടക്കൂല. ഇപ്പൊ ഒരു ഒയ്രിയത്ത് മറട്ടപ്പോ, മാസിവല്ല കൊണ്ട് നമ്മളെ കൽബിൽ മറട്ടപ്പോ കൽബ് മഹജൂബായി മാറി. അറിയേണ്ടത് അറിയണില്ല. കൽബിനെ പറ്റിയ മഹജൂബ് എന്ന് പറയാൻ പാടുള്ളൂ, അള്ളാനെ പറ്റി മഹജൂബ് എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അള്ളാനെ പറ്റി മഹജൂബ് എന്ന് പറഞ്ഞാൽ ഒരു സാത്തിർ കൊണ്ട് മറക്കപ്പെടുന്നവനാണ് അള്ളാന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. മനസ്സിലായ? സുന്നത്തി ജമാഅത്തിന്റെ അഖീദക്ക് എതിരാണ് ഇബ്നു അത്തായില്ല അവിടുത്തെ ഹിക്കമിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാനെ പറ്റി മഹജൂബ് എന്ന് പറയാൻ പാടില്ല. മഹജൂബ് ആരാണ്? ആരാണ്? നമ്മളെ കൽബാണ്. കൽബിന് മറട്ടൊക്കെ അള്ളാഹു ആ മറ നീക്കി തരട്ടെ. ആ മറ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. അതിനാണ് ഈ പണി നമ്മൾ എടുക്കുന്നത്. അപ്പൊ മുഹമ്മദ് മുൽക്കിൽ നിന്ന് വന്ന റഹ്മത്ത് അള്ളാന്റെ ശക്തിയായ അധികാരത്തിൽ എന്താകാണ്? അതാണ് ശ്രദ്ധുള്ള മീമ്. മുഹമ്മദ് ശക്തിയായ മുൽക്കില് ദായിമുൻ, നിലനിൽക്കുന്ന, നിലകൊള്ളുന്നുണ്ട്. അതുണ്ട്. അറിയണമെങ്കിൽ എന്ത് വേണം? കൽബിലുള്ള എല്ലാ മറയും എന്ത് ചെയ്യണം? നീങ്ങിപ്പോകണം, നീക്കണം. പോണം. അതിനെ ഇവിടുന്ന് തുടങ്ങണം. ആദ്യം എന്ത് ചെയ്യണം? പഠിക്കേണ്ടത് മറക്കരുത്. നിങ്ങൾ മറക്കാൻ വേണ്ടി പറയല്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടത് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇന്ന് നെയ്യത്ത് ചെയ്യണം. തഖറുബ് നെയ്യത്ത് ചെയ്യണം. നെയ്യത്ത് ചെയ്യണം. എന്താ തഖറുബ് പറഞ്ഞാൽ? അള്ളാന്റെ സാമീപ്യം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അമൽ ചെയ്യണം. അമൽ എന്തായി മാറണം. എന്നാ നമുക്ക് എന്തുണ്ടാവും? കൽബിൽ എന്തുണ്ടാവും? കശ്ഫുണ്ടാവും. ഈ 3-4 സ്റ്റേജ് മറികടക്കാൻ തയ്യാറുണ്ടോ? എന്നാ ഇൻഷാ അല്ലാഹ് ഇൽമുൽ മുകാശഫിൽ നമ്മൾ എത്തും. അല്ലാതെ ഇത് ഹോൾസെയിൽ എവിടെയും കുത്തിർന്ന് കണ്ട് വിൽപ്പന നടത്തേണ്ട സംഗതിയല്ല. അങ്ങനെ പൂരി വെച്ചിട്ട് കാര്യം ചേട്ടാ. അത് പണിയല്ല കൊടുക്കണം. ചിലവരുണ്ട് ഔലിയാകാൻ വേണ്ടി മമ്പുറത്ത് പോയാൽ കജിയുമ്പോൾ പെട്ടലിൻ്റെ ആയിട്ടുള്ള 10 മൂതരും ഒരു പച്ച മുണ്ടും, മുടിയും പെട്ടൂല, താടിയും പെട്ടൂല, കുളിച്ചൂല്ല, മണത്തിട്ട് വീടിയും വലിച്ച് എന്നിട്ട് ചായക്ക് കൈയുണ്ടോ? അതാ മാരിഫത്ത്.
ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ ലോകമാണ് ഇപ്പോൾ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ ഔലിയാക്കൾക്ക് ഇങ്ങനത്തെ ഹാലാത്ത് ഉണ്ടാവും, അത് വേറെ വിഷയം. നിങ്ങൾ ഉമ്മൂമ് ഖുസൂസ് മുത്തലക്കൊക്കെ പഠിച്ചോലെ ഈ മൂല്യന്മാർ ഈ കൂടുതലുണ്ടല്ലോ, മനസ്സിലായ? ഔലിയാക്കൾക്ക് ഈ ഹാലത്ത് ഉണ്ടാവുമോ ഇല്ല, അത് വേറെ സംഗതി. അത് ഒലികുല്ലി വാഹിദിഹിം ത്വരീഖുൻ മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാവാസില. അതുകൊണ്ട് നമ്മൾ ഹാലത്തൊന്നും മാറണ്ട. ഉള്ള ഹാലത്തിൽ ആരെ കണ്ടെത്തണം, ഉള്ള ഹാലത്തിൽ ആരെ മനസ്സിലാക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി തങ്ങളൊക്കെ പഠിപ്പിച്ചത്. അതാണ് ഉള്ളതിൽ റബ്ബിനെ കണ്ടെത്തുക. മറ്റത് നിന്റെ വിഡ്ഢിത്തമാണ്. നിനക്കിതൊക്കെ ഒന്ന് മാറിയിട്ട് വേണം. ചിലർ പറയും ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോയി പള്ളിക്കലൊക്കെ കുത്തിറക്കാൻ, ഒന്ന് ശരിക്ക് സുന്നത്തൊക്കെ കരിച്ചാൽ അന്ന് ഓനെ മുട്ടുവേദനയായി കാരണം പൂതി വെച്ചിട്ടൊന്നും കാര്യമില്ല. അന്ന് ഓനക്ക് മുട്ടുവേദനയും ഉരവേദനയായി കാരണം നടക്കൂല. അള്ളാഹ് നമുക്ക് ഇൻകിഷാഫിലേക്ക് അള്ളാഹ് നമ്മളെ ഉയർത്തി തരട്ടെ. അതിന് അള്ളാഹു ആദ്യം വെച്ച നൂറ് റസൂലുള്ളാഹി. ആ നൂറിൽ നിന്ന് പിന്നെ 4 പാർട്ട് ഇവിടെ ഉണ്ടായി. 4 പാർട്ട് ഉണ്ടായി. ഒരു മെഴുകുതിരിയിൽ നിന്ന് 4 മെഴുകുതിരിക്ക് തീ കൊളുത്തിയതുപോലെ എന്നാണ് അത് പറഞ്ഞു കൊടുത്ത് ഉദാഹരണം പറഞ്ഞത്. അല്ലാതെ 4 വെട്ടി കഷ്ണാക്കിക്കല്ല, മനസ്സിലായ? ഒരു തിരിയിൽ നിന്ന് എന്തുണ്ടാവും, 4 തിരിക്ക് തീ കൊളുത്തതുപോലെ മുഹമ്മദ് എന്ന നൂറിൽ നിന്നും, മുഹമ്മദ് എന്താ, അള്ളാന്റെ അധികാരത്തിൽ നിന്ന് വന്ന റഹ്മത്ത്, അള്ളാന്റെ ശക്തിയായ അധികാരത്തിൽ എന്തെയും എന്നും നിലകൊള്ളുന്ന നൂറാണിത്. അതാ മുഹമ്മദിന്റെ അർത്ഥം. അതിൽ നിന്ന് 4 ഉണ്ടായി. ഒന്ന് ലൗഹ്, ഒന്നേത് 2 കലമ്, 3 അർശ്, 3 അർശ്. 4-മത്തതിൽ നിന്ന് വീണ്ടും 4 ഉണ്ടായി. അതിൽ 1 ഹമലത്തുൽ അർശ്, 1 കുർസി, 1 ബാക്കിയുള്ള മലക്കുകൾ. അവിടെ 4-മത്തൊന്ന് ബാക്കിയുണ്ട് ഇല്ലേ? അതിൽ നിന്ന് വീണ്ടും 4 ഉണ്ടായി. അതാണ് 1 ആകാശം, 1 ഭൂമി, 1 സ്വർഗം നരകം. പിന്നെ 4-മത്ത് ബാക്കിയില്ലേ? ആ 4-മത്തതിൽ നിന്ന് വീണ്ടും 4 ഉണ്ടായി. അത് 1 അബ്സാറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അബ്സാർ. മറ്റൊന്ന് ഖുലൂബുൽ മുഅ്മിനീൻ, മറ്റൊന്ന് അൽസിനത്തുൽ മുഅ്മിനീൻ. 3 പാർട്ട് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. പക്ഷെ ഈമാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി പ്രഖ്യാപിച്ച് ഈമാൻ വന്നെങ്കിലേ ആ ഡോറ് തുറക്കുള്ളൂ. ഉബൂദിയത്തിന്റെ ചാവി ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ട് ഇൽമ് നേടിയിട്ട് തഖർറുബ് ലക്ഷ്യം വെച്ച് ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്ത് അത് സയ്യാക്കി മാറ്റുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ നൂറ് കുലൂബിലേക്ക് ഇറങ്ങി വരും. കുലൂബിൽ നിന്ന് എവിടേക്ക് ഇറങ്ങി വരും? അബ്സാറിലേക്ക്. ആദ്യം ലുബ്ബിക്ക് ഇറങ്ങും. ലുബ്ബില്ലേ? ലുബ്ബി കൽബി അമ്പത്തത്ത്. അവിടെ അബ്ദുറഹ്മാൻ നക്ഷബന്ദി തങ്ങള് ആ ലുബിന്റെ തഫ്സീർ ചെയ്ത് കൊടുത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അബ്ദുറഹ്മാൻ നക്ഷബന്ദി തങ്ങൾക്ക് ഈ ബൈത്തിന് അവാരിഫുൽ മാരിഫ് എന്നൊരു ഷറഹുണ്ട്. സൂറവർദി ഇമാമിന്റെ അവാരിഫുൽ മാരിഫ് അല്ല. താനൂർ അബ്ദുറഹ്മാൻ ഷേഖില്ലേ, മൂപ്പർക്കൊരു ഷറഹുണ്ട്. ഏതിന്? അല്ലഫൽ അലിഫു എന്ന ബൈത്തിന്. അതിന്റെ ഷറഹിൽ എഴുതിയിട്ടുണ്ട് ഏത്? ലുബ്ബി കൽബി എന്ന് പറഞ്ഞിട്ട് ലുബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അൽസിനത്തിൽ നിന്ന് ഏത് തുടങ്ങണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് തുടങ്ങിയിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അത് എവിടേക്ക് ഇറങ്ങണം? കൽബിലേക്ക് ഇടം പിടിക്കണം. പക്ഷെ കൽബിലെത്തിയാലും കൽബാണ്. കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ആണ്ടും പോവും അല്ലേ? ഇങ്ങോട്ടും പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യത ഉണ്ടാവും. അല്ല ചില സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാർ അല്ല സുന്നി SSF ഈ കാര്യം ഗൾഫിൽ ഇങ്ങനെ 6 മാസം നിന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു 1-ാം തരം വഹാബി, ഒരു മൗദൂദി, ഒരു ചെറിയ ശമ്പളമുള്ള ജോലി കിട്ടിയപ്പോൾ പറഞ്ഞു മനസ്സിലായ? ഈമാന്റെ അഹ്ലുകാർ 3 ഐറ്റാണ്. ഒന്ന് അസ്ഹാബുൽ യമീൻ, ഒന്ന് ദറജത്തുൽ മുഖറബീൻ, ഒന്ന് ദറജത്തു സിദ്ദീഖീൻ. ഏതാ 3 ടീം? ഏതാ 3 ടീം? അസ്ഹാബുൽ യമീൻ, പിന്നെ മുഖറബീൻ, പിന്നെ ആര്? സിദ്ദീഖീൻ. 3 ടീം. അല്ല അസ്ഹാബുൽ യമീനെ കുറിച്ച് പറയുന്നത് പോലെ ഈമാൻ തസ്ദീഖുൽ ജാസിം,
മഅ ഇംകാനി തശക്കുക്കി വതസൽസുലി ലൗ ജാഅ മഖ്തലാഹു. ഇത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ഇബാറത്താണ് ഈ വായിച്ചത് ഞാൻ. അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞ ആരാണ്? ഈ മൂപ്പര് അവിടെ നിന്ന് നീണിച്ചു വരും, ഞാൻ പൊന്തിണില്ല. അസ്ഹാബ് തമാശ പറഞ്ഞാട്ടാ, പോയിക്കോട്ടെ. ആ ഞാൻ തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കട്ടെ, ശരിയുള്ളൂ. ഇത് പറഞ്ഞ് മനസ്സിലായ? അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ ഓൽക്ക് എന്തുണ്ട്? നല്ല ശക്തിയുള്ള ഈ തസ്ദീഖുണ്ട്. പക്ഷേ മാ ഇംകാനി തശക്കുക്കി വതസൽസുലി, ഓലെ കൽബുക്ക് ഏത് കടക്കും? സംശയം തെറ്റിദ്ധരിപ്പിക്കലും കടക്കും. എപ്പോ? ലൗ ജാഅ മാ യഖ്തലിഹി, അതിനെ തേടുന്ന വല്ല സംഭവം. ഒരു പ്രസംഗം കേട്ടപ്പോ കുറെ പറഞ്ഞു കൊടുത്തുണ്ട് കേട്ടാ, ഒന്നുമില്ലട്ടാ. ഇതാണ് അസ്ഹാബുൽ യമീൻ. ഇവർ യഖീന്റെ ആളുകളല്ല, ഇവർ യഖീന്റെ എന്തല്ല ആളുകളല്ല. അതേ സ്ഥാനം മുഖറബീങ്ങളെ ദർജ പറഞ്ഞു. അവർ ഇസ്തിലാഉൽ ഈമാനി അലൽ ഖൽബി, കൽബിനെ ഈമാൻ നിയന്ത്രിക്കും. കൽബിനെ ആര് നിയന്ത്രിക്കും? താഴെയുള്ളതോ? ഈമാനെ ആര് നിയന്ത്രിക്കും? കൽബ് നിയന്ത്രിക്കും. രണ്ടും വ്യത്യാസമുണ്ട്. ഈമാനിനെ കൽബ് നിയന്ത്രിക്കും, അതാണ് താഴെ മർത്തബ. അഹ്ലുൽ യഖീൻ അല്ല, അഹ്ലുൽ ഈമാനാണ്. അഹ്ലുൽ യഖീൻ എന്നോലെ കുറിച്ച് പറയില്ല. അഹ്ലുൽ യഖീൻ എന്ന് പറയണമെങ്കിൽ ഈമാൻ ആരെ നിയന്ത്രിക്കണം? കൽബിനെ നിയന്ത്രിക്കണം. ഏതെനിക്ക് നിയന്ത്രിക്കണം? ഈമാന്റെ നഖീലയെ കൽബിന്റെ ഉള്ളിൽ തീരെ സ്വീകരിക്കൂല. ആ നിലക്ക് ഈമാൻ കൽബിനെ നിയന്ത്രിക്കും. ഈമാനെതിരായി എന്തെങ്കിലും കൽബ് കേട്ടാൽ ഈമാൻ പറയും വേണ്ടട്ടാ, ഇങ്ങോട്ട് പോന്നാളട്ടാ, എനിക്കത് വേണ്ടട്ടാ എന്ന് ആര് പറയും? ഈമാൻ പറയും. അവിടേക്ക് നമ്മളെ ഈമാൻ എത്തിക്കണോ ഇല്ലേ? അള്ളാഹു എത്തിക്കട്ടെ, അള്ളാഹു എത്തിച്ചു തരട്ടെ. അവിടെ കന്നൽ വൈബ ഷഹാദത്തുൻ, ഒയ്ബ് ഷഹാദത്ത് ആയതുപോലെ ഉണ്ടാവും. സിദ്ദീഖീങ്ങളെ മർത്തബയിൽ ഒയ്ബ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല, ഒക്കെ ഷഹാദയായി മാറും. അറിയാത്ത സംഗതി ഇല്ല, എല്ലാം അറിയപ്പെടുന്ന സംഗതിയായി മാറും. അതാണ് സിദ്ദീഖീങ്ങളെ മർത്തബ, അമ്പിയാക്കളെ മർത്തബ. ഇങ്ങനെ ഈമാൻ്റെ അയലുകാർ 2-3 തട്ടിലുണ്ട്. ഞാൻ നിർത്താം, സമയം തീർന്നിട്ടുണ്ട്. നിങ്ങൾ കുറെ നേരത്തെ തുടങ്ങിയതാണ്. അല്ലാഹു തആല നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല പഠിക്കാൻ തയ്യാറാകുക. നിങ്ങൾ ഇന്നിപ്പോൾ പ്രധാനമായി പറഞ്ഞത് നിങ്ങൾ എന്തിനു തയ്യാറാകുക? പഠിക്കാൻ തയ്യാറാകുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്ത് നിയ്യത്ത് ചെയ്യുക? തഖർറുബ് ചെയ്യുക. എന്താ തഖർറുബ്? അള്ളാന്റെ സാമീപ്യം കിട്ടണം. എന്നിട്ട് അതോടൊപ്പം എന്ത് ചെയ്യണം? എന്ത് വേണം? അമൽ ചെയ്യുക. അമൽ എന്താക്കി മാറ്റുക? ചെയ്യണ അമൽ എന്താക്കി മാറ്റുക? സഹിയാക്കി മാറ്റുക. അപ്പൊ നമ്മളെ കൽബിലേക്ക് എന്ത് വരും? ഒരു വെളിച്ചം വരും. അപ്പൊ അഹ്ലുൽ യഖീനായി മാറും. എന്തായി മാറും? ഇസ്തിലാഉൽ ഈമാനി അലൽ ഖൽബി, കൽബിനെ ആര് നിയന്ത്രിക്കും? ഈമാൻ നിയന്ത്രിക്കും. എൻ്റെ ഈമാൻ പറയാൻ എനിക്കത് വേണ്ടടോ എന്ന് പറയും. അവിടേക്ക് നമ്മളെ കൽബ് എത്തണം. അവിടേക്കുള്ള സഞ്ചാരമാണ് ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? അപ്പൊ നമ്മളിലൊക്കെ അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ നൂറ് 3 പാർട്ട് നമ്മളിലുണ്ട്. ഏതാ 3 പാർട്ട്? 3 പാർട്ട് ഏതാ? ഒന്ന് അൽസിനത്ത്, ഒന്ന് കുലൂബ്, ഒന്ന് അബ്സാർ. ഏതാ? അൽസിനത്ത്, കുലൂബ്. അതിൽ എവിടുന്ന് തുടങ്ങണം? അൽസിനത്ത് നിന്ന് തുടങ്ങി എവിടേക്ക് ഇറങ്ങണം? എന്നിട്ട് കുലൂബ് നിന്ന് എവിടേക്ക് പോകണം? അബ്സാർ. അപ്പൊ അബ്സാറിൽ ഈമാൻ എത്തിയാൽ ഉള്ളിലുള്ള ഈമാൻ ആരെ നിയന്ത്രിക്കും? കൽബിനെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വരും. അപ്പൊ നമുക്ക് യഖീൻ ഉണ്ടാവും, അഹ്ലുൽ യഖീനായി മാറും എന്ന് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പഠിപ്പിച്ചതാണ് അവരെ കിതാബിൽ. ഇവിടേക്കുള്ള സഞ്ചാരമാണ്. അതാണ് SSF ആണെങ്കിലും SYS നമ്മളെ പ്രസ്ഥാനമാണെങ്കിലും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് നമ്മളെ പ്രവർത്തകർ ഈ ഹാലത്തിലേക്ക് എത്തിച്ചേരലാണ്. അങ്ങനെ വരുമ്പോ മറ്റേ അതിക്കന്റെ പേത്ത് പറഞ്ഞില്ലേ, എന്ത്? മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു വറനുസിലി യഖ്റബു. രണ്ടും വായിക്കറിയാം. ഈമാനു മർഇൻ ലാ യകൂനു. എങ്ങനെ ഈമാനു മറിയുന്നത്? മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല വസമ്മ മിൻഹു തുമ്മ ഐനം ബാസിറ ഐ മിസ്ല ദാലിക ഫിൽ മതാലിബി ഹർവല
റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഒരാൾ ജീവിതത്തിൽ നിത്യമായി പതിവാക്കി സഹിയാക്കിയാൽ, അമലും സഹിയും ഞാൻ പറഞ്ഞല്ലോ, സഹിയാക്കി മാറ്റിയാൽ അള്ളാഹ് പറഞ്ഞു ഞാൻ അവന്റെ കൈയാകും, ഞാൻ അവന്റെ കാലാകും, എല്ലാ അവയവങ്ങളും ആരായി മാറും? ഞാൻ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ നമ്മൾ നിലനിർത്തുന്നത് റസൂലുള്ളാഹിന്റെ അടയാളങ്ങൾ, ആകണത് അള്ളയും ആകണത് ആരും. എന്താ രണ്ടും കൂടി ബന്ധം? അള്ളാന്റെ നൂറാണ് ആര്? അള്ളാന്റെ നൂറാണ് ആര്? തങ്ങള്. ആ തങ്ങളെ നൂറാണ് ആര്? മുഅ്മിനീങ്ങളെ ഖുലൂബിൽ ആരെ നൂറാണ്? അല്ല, ഇപ്പൊ ഞാൻ 13 പാർട്ടാക്കിയില്ലേ? അതിനാണ് ഞാൻ പാർട്ടാക്കി തന്നത് നിങ്ങൾക്ക്. ഏതാ പാർട്ട്? മുഹമ്മദി എന്ന നൂറ്, അതിൽ നിന്ന് 4 ഉണ്ടായി. ഏതൊക്കെ? ലൗഹ്, കലമ്, അർശ്, പിന്നെ ഹമലത്തുൽ അർശ്, കുർസിയ്, മലക്കുകള്, ആകാശം, ഭൂമി, അതേമാതിരി സ്വർഗം, നരകം, പിന്നെ അബ്സാറുൽ മുഅ്മിനീൻ, ഖുലൂബുൽ മുഅ്മിനീൻ, അൽസിനത്തുൽ മുഅ്മിനീൻ. ഒരു പാർട്ട് ബാക്കിയുണ്ട് അവിടെ, ഇല്ലേ? അവിടെ ഒരു പാർട്ട് ബാക്കിയുണ്ടല്ലോ. അപ്പൊ നമ്മൾ നല്ല അൽസിനത്തുകൊണ്ട് തുടങ്ങി, നാവുകൊണ്ട് തുടങ്ങി, ഖുലൂബിലേക്ക് ഇറക്കി, അത് ബസറായി മാറുമ്പോ ഈമാൻ ആരെ നിയന്ത്രിക്കും? ഖൽബിനെ നിയന്ത്രിക്കും. അപ്പൊ നമ്മൾ മുഖറബീങ്ങളെ ദറജ ഉണ്ടാവും. നമുക്ക് വൈബ് ഷഹാദ ആയതുപോലെ സിദ്ദീഖീങ്ങളെ മർത്തബായാലും വൈബ് പറഞ്ഞൊരു സംഗതി ഇല്ല. ഒക്കെ എന്താ ഈ ഷഹാദയായി മാറിയതാ. കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ഈ കൽബും മനസ്സും ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് പിശാചി എന്ന് പറഞ്ഞൊരു സാധനം ഇതിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുക, മഹത്തുക്കൾ പഠിപ്പിച്ച റൂട്ടിലൂടെ ആദ്യം പഠിക്കേണ്ട ഉലൂമുകൾ പഠിക്കുക, നല്ല നീയത്ത് ചെയ്യുക, അമല് നല്ലോണം ചെയ്യുക, സഹയും ചെയ്യുക. ഇതിലൊക്കെ നമ്മൾ ആദ്യമായി നമ്മളെ ഷെയ്ഖന്മാരാരെ തന്നെ, മുർഷിദുമാരായ ഉസ്താദുമാർ തന്നെയാണ്. അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. എന്നാൽ കൽബിൽ എന്ത് വരും? മുഷാഹദ വരും. എന്ത് വരും? മുക്കാശവ വരും. എന്ത് വരും? ഇൽമുൽ മുക്കാശവന് ഞാൻ ഒരു അടിമയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. ഞാൻ ഒരു അടിമയാണ്. ഇവിടെ നമ്മളാരും എത്തിയിട്ടില്ല. നമ്മൾ ആ സുഹാബുൽ യമീനിൽ പറഞ്ഞ ആൾക്കാരപ്പം സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകരായ നമ്മൾ തന്നെ എന്താ ജാസിമായ തസ്ദീഖ് നമുക്കുണ്ട്, കൃത്യമായ വാസ്തവം വർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എവിടുന്നെങ്കിലും ഒരു ഇളകണ ക്ലിപ്പ് കേട്ടാൽ പറഞ്ഞേനട്ടാ തശക്കൊക്കെ തസൽസുൽജിന് ഇംകാനുള്ള കൽബാണ്. അള്ളാഹു അവിടുന്നൊക്കെ ഒന്ന് മാറിയിട്ട് മുഖറബീങ്ങളെ ദർജയ്ക്ക് നമ്മളെ ഉയർത്തി തരട്ടെ. മുഖറബീങ്ങളെ ദർജയിലേക്ക് അള്ളാഹു ഉയർത്തി തരട്ടെ. അതുകൊണ്ട് ദായിമാക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അജ്മീർ ഖാജ ചിശ്തി തരീഖത്തിലെ ഏറ്റവും വലിയ ദിക്റാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് മഹ്ദറത്തുൽ ബദരിയയിൽ നമ്മൾ ചൊല്ലലില്ലേ? അതിലെങ്ങനെ ചൊല്ലല്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് അൽസിനത്തിൽ ചൊല്ലിയിട്ട് നല്ല തഫക്കുർ തദക്കുറോട് കൂടി ചൊല്ലി 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 അത് കൽബിലേക്ക് ഇങ്ങനെ ഇറക്കി ഇറക്കി കൊണ്ടുവന്നിട്ട് എൻ്റെ കൽബ് ഒരു നൂറായി മാറി. എല്ലാ ഹിജാബും മാറിയാൽ ഞാനും എൻ്റെ റബ്ബും കൂടി ഒരു പ്രത്യേകമായ ബന്ധമുണ്ടാവും. അള്ളാഹു നമ്മൾ ആ ബന്ധത്തിൽ അള്ളാഹു ഉയർത്തി തരട്ടെ. ഇതിന് ഒരുപാട് മഹാന്മാരെ ചരിത്രങ്ങളൊക്കെ പറയണ്ടേ. ഇനിയിപ്പോൾ ഈ സമയമൊന്നും മതിയാവൂല. അതിന് നിങ്ങൾ 4 മണി മുതൽക്ക് 11 മണി വരെ സ്വന്തം നമുക്കൊരു ക്യാമ്പ് തന്നെ വേണ്ടി വരും. അത് നമുക്ക് പിന്നെ ആക്കാം. മനസ്സിലായ? അതുകൊണ്ട് ഞാനിപ്പം എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇനി രാവിലെ സുബഹിസ്കരിച്ചാൽ എണ്ടത്താണി പള്ളിയിൽ ഈ ക്ലാസ് ഉണ്ട്. സുബഹി ജമാഅത്തിന് അവിടെ എത്തും വേണം. അപ്പോൾ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത്, നമുക്കൊന്നും അറിവ് കുറവാണ്, നമുക്ക് അല്ലാഹു ഇൽമ് തരട്ടെ. ഓരോ വലിയ വലിയ പോയിന്റുകൾ തത്വങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചതൊക്കെ കേട്ടാൽ നമുക്കൊന്നും അറിയില്ല. റഹ്മാനായ റബ്ബ് എല്ലാം പഠിച്ച് ഉയരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അല്ലാതെ ഇത് ഏതെങ്കിലും ചന്തയിൽ പോയി കിട്ടുന്ന സംഗതിയല്ല, എവിടെയെങ്കിലും വെച്ചിട്ട് കൊടുക്കുന്നതുമല്ല. ഇതിങ്ങനെ ഇത് ആ സുന്നത്തി ജമാഅത്തിൻ്റെ അസംഘടിതമായ കൂട്ടത്തിൽ ഉറച്ചു നിന്നിട്ട് ആ അവസരമാണ് ഇപ്പോൾ നമ്മളെ നേതാക്കൾ, നമ്മളെ സ്റ്റേറ്റ് തലത്തിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കുള്ളൊരു പ്രചോദനമാണ്. ഇനി നമ്മളെ നാട്ടിലൊക്കെ പോയിട്ട് നാട്ടിൽ താഴെ കടയിലുള്ള ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാനും എത്തിച്ചു കൊടുക്കാനും നമ്മൾ സജ്ജരും തയ്യാറുമാകണം. അല്ലാഹു നമ്മളെ ഉയർത്തുമാറാകട്ടെ.
ഇനിയൊരു വിഷയത്തിലേക്ക് ഞാൻ പോയ സമയം വീണ്ടും നീണ്ടുപോകും. ഒരുപാട് പോയിന്റുകൾ ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഞാനിങ്ങനെ ഒരു തുടക്കം കുറിച്ച് വെച്ചിട്ടുള്ളൂ. എനിക്കിതൊക്കെ വിഷയം എവിടെയെങ്കിലും എത്തണമെങ്കിൽ സമയം കുറേ വേണമെന്നുള്ള ഒരാവശ്യമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ കുറഞ്ഞ വാക്കുകൊണ്ട് പരമാവധി എനിക്ക് വെക്കണേലൊക്കെ പറഞ്ഞേക്കണ്. അതിൽ തന്നെ മൈക്കാണ്ടും ഇങ്ങോട്ട് കണ്ടിട്ട് നന്നാക്കി നിങ്ങൾ കേൾക്കാത്തതും ഉണ്ടാവും, കേട്ടതും ഉണ്ടാവും. റഹ്മാനായ റബ്ബേ ഞങ്ങളെ നന്നാക്കി തരണം അല്ല, കൽബ് നന്നാക്കണം. അത് ഒരു ലക്ഷ്യം വിടണ്ട, തഖറുബ് വിടണ്ട. എന്താ തഖറുബ് പറഞ്ഞാൽ? തഖറുബ് പറഞ്ഞാൽ എന്താ? തഖറുബ് പണ്ട് പുതിയമീൻ്റെ ഒരു കഥ പറയലുണ്ട്. നേരം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ നിർത്തിക്കോളാം. പുതിയമീൻ്റെ ഒരു കഥ. മൂപ്പര് തലാത്തുകയാണ്, മറ്റൊരു തല പൊത്തിച്ചൊക്കെയാണ് പറയട്ടെ വെച്ചിട്ട്. അപ്പോൾ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പെട്ടെന്ന് പറയാം, വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് ഒരു അമുസ്ലിമായ മനുഷ്യൻ വന്ന് മുസ്ലിം ആകാൻ വേണ്ടി വന്നു. അങ്ങനെ ഒരാളെ കൽബ് പോയാൽ പിന്നെ അങ്ങനെ ഇത് തീർപ്പുരയായി. ഹജ്ജൊക്കെ കഴിഞ്ഞു, റസൂലുള്ളാഹിന്റെ സിയാറത്തൊക്കെ കഴിഞ്ഞു. അന്ന് 5-6 മാസം പിടിക്കും തിരിച്ചു വരണമെങ്കിൽ. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് ഒരുങ്ങിയപ്പോൾ പുതിയമത് പറഞ്ഞു, എന്ത് ഞാൻ ഈ പോരുന്നില്ലാന്ന്. നമ്മളെ കൽബ് അങ്ങനെ ഒഴുകണം, പോരുന്നില്ല. അപ്പം അത് വലിയ സംസാരമായി. അന്ന് നിയമപ്രശ്നമൊന്നുമില്ല കാലമല്ല അന്ന്. ആ കാലങ്ങൾ അങ്ങനത്തെ നിയമമൊന്നുമില്ല അന്ന്. നിൽക്കേണ്ടവർക്ക് നിൽക്കാൻ, അവിടെ തന്നെ പട്ടിണിയാണ്. ഇവിടുന്ന് കൊണ്ടുപോകണമല്ലോ, തൊട്ടുമുട്ടുകൊണ്ടാണ് അവിടുത്തെ അറബിയാൾ തന്നെ ജീവിക്കൽ. ഞാൻ അത് ഓർക്കനെ പറയണ്ട. ഇപ്പം എന്ത് പറയാനും പേടിയുള്ളൊരു കാലമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, ഒരു കുടുക്കലൊന്നും അല്ല പെടുത്താതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ പുതിയമത് അവിടെ നിന്ന് മറ്റൊരു പോന്നു സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ പുതിയമത് പോന്നിട്ടില്ലല്ലോ. അതൊരു സംസാരമായി. പുതിയമല് പോന്നിട്ടില്ലല്ലോ. അങ്ങനെ അവസാനം പുതിയമീനെ കുറിച്ച് മറന്നു എല്ലാവരും. കുറച്ചൊക്കെ ഉണ്ടാവും, പിന്നെ ഉണ്ടാവൂലല്ലോ. പുതിയമത് എന്നത് എല്ലാവരുടെ കൽബിൽ നിന്നും പോയി ഊരപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം വരക്കൽ പാപ്പ ഹജ്ജിന് പോയി. ചെന്ന് മക്കത്തെത്തി തവാഫ് ചെയ്ത് ഇബ്രാഹിം മക്കാമിൽ ചെന്ന് നിസ്കരിച്ച് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിരുന്നപ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് നിന്ന് 3 മിന്നെറിയും പോലെ 3 കിരണങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ 3 കിരണങ്ങൾ പാപ്പക്ക് ശ്രദ്ധയിൽപ്പെട്ട് നോക്കിയപ്പോൾ ഹറമിൽ അത് 3 മനുഷ്യന്മാരായി മാറി. 3 മനുഷ്യന്മാർ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കിരണങ്ങളായി വന്നു എന്നാണ്. പാപ്പ അതിങ്ങനെ നോക്കിയിരുന്നു. അവർ തവാഫ് ചെയ്തു. ഇബ്രാഹിം മക്കാമിൽ വന്ന് പാപ്പാൻ്റെ അടുത്ത് തന്നെ വന്ന് നിസ്കരിച്ചു. ഒരു ദ്വായൊക്കെ കഴിഞ്ഞ് ഒരു 3 ആളും എഴുന്നേറ്റപ്പോൾ അതിന് ഒരാൾ വന്നിട്ട് പാപ്പാട് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മൾ ആരാന്ന് ചോദിച്ചു. പാപ്പ എന്നെ മറന്നോ? ഞാനല്ലേ പുതിയമത്. അതിൽ പാപ്പാണ്ട് കെട്ടിപ്പൊടിച്ചു. പുതിയമീൻ 2 ആളും കൂടി കെട്ടിപ്പൊടിച്ചു. നിങ്ങൾ എവിടുന്ന വരണേ? ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് നിന്ന് വരികയാണ്. എവിടുക്ക പോണ്? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോവുകയാണ്. പാപ്പ ഇവിടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് പാപ്പാട് സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പിരിഞ്ഞ് അതേമാതിരി 3 കിരണങ്ങളായി മദീനയിലേക്ക് മറിഞ്ഞു. ഒരു മനുഷ്യൻ അള്ളാഹ് കൊടുക്കണ പദവി എത്ര! കൽബിൽ തഖറുബിന്റെ നിയ്യത്താണ്ട് വന്നാൽ പിന്നെ അങ്ങനെ അവിടെ അമുസ്ലിമാണോ മുസ്ലിം വന്ന ആ വക നോട്ടൊന്നും അവിടെ ഇല്ല. അള്ളാണ്ട് ഉയർത്താൻ ഉദ്ദേശിച്ചു. പിന്നെ ഇവിടെ വന്ന് മുഷാവറ കൂടുമ്പോൾ പാപ്പ പറഞ്ഞതാണ്, എന്ത്, നമ്മളാരും പുതിയമീൻ്റെ ദറജ എത്തിച്ചിട്ടില്ല. നമ്മളാരും പുതിയമീൻ്റെ ദറജ എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പുതിയമീൻ്റെ ഒരു കൽബ് അള്ളാഹ് നമുക്ക് തരട്ടെ. അങ്ങനെ ഒരു കൽബുണ്ടല്ലോ, ഒരു തഖറുബ് ലക്ഷ്യം വെച്ചിട്ടുള്ള വഴിക്ക് ഭൗതികമായ ചിന്തകൾ, ഇഖ്ലാസ് ഉണ്ടാകുക എന്നർത്ഥം. എല്ലാറ്റിലും അള്ളാഹിൻ്റെ പൊരുത്തം ലക്ഷ്യം വെക്കുക, ഉള്ള ഇൽമനുസരിച്ച് അമല് ചെയ്യുക, അമല് ദായിമാക്കി സയ്യാക്കി മാറ്റുക. അപ്പം നമ്മളെ കൽബിൽ നിന്ന് എല്ലാ കുരുട്ടും പുരുട്ടൊക്കെ ഒന്ന് പോയി വൈരിയത്ത് നീങ്ങി എൻ്റെ നെഫ്സും റബ്ബും കൂടിയുള്ള ഒരു കണക്ഷൻ, എൻ്റെ നെഫ്സിനെ ഞാൻ അറിയുന്ന ഒരു മർത്തബ വരും. ഇപ്പം നെഫ്സ് മഹജൂബായി കിടക്കുകയാണ്. എനിക്കെന്നെ അറിയില്ല എൻ്റെ നെഫ്സ് എന്താണെന്ന്. അല്ലാഹു തആല നമുക്ക് ഈ ഒരു കൂട്ടായ്മ കൊണ്ട് ആ ഒരു മഅരിഫത്തിലേക്ക് അല്ലാഹു നമ്മളെ കൽബിനെ ഉയർത്തി തരട്ടെ. നിങ്ങൾ വിശാലമായി പഠിക്കണം, ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. നമ്മളെ വാക്കിലോ നമ്മളെ ശൈലിയിലോ നിങ്ങൾക്ക് വല്ല മോശം തോന്നിയത് ഞാൻ തമാശയൊക്കെ പറയും ചിലപ്പോൾ ഇടയ്ക്ക്. വർക്ക് തരണ്ടെന്ന് വിചാരിച്ചിട്ട് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.